ആകാശത്തെ പ്രതിരോധ സംവിധാന രംഗത്ത് ലോകത്തെങ്ങും പുകൾപ്പെട്ടതാണ് ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്ന മിസൈൽ സിസ്റ്റം. പക്ഷേ ഗാസ യുദ്ധസമയത്ത് ആ പേര് പലവട്ടം നാം കേട്ടതാണ്. 4 ഭാഗത്തു നിന്നും പാഞ്ഞു വന്ന മിസൈലുകളും ഡ്രോണുകളെയും കൃത്യമായി കണ്ടെത്തി തകർത്തത് ഇസ്രയേലിൻ്റെ അയൺ ഡോം ആയിരുന്നു. പക്ഷേ ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെ അവരെ കബളിപ്പിച്ച് 10,000-കണക്കിന് മിസൈലുകളാണ് ഗാസയിൽ നിന്നും ഇസ്രയേലിലേക്ക് ആ സമയത്ത് വന്ന് പതിച്ചത് എന്നത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്രയേലിലേക്ക് ഹൂതികൾ അയച്ച വിനാശകരമായ മിസൈലുകളും അയൺ ഡോമിനെ പറ്റിച്ചായിരുന്നു. ഇസ്രയേലിന്റെ അയൺ ഡോമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ അയൺ ഡോമിന് പറ്റിയ എന്തൊക്കെ തകരാറുകളും എന്തൊക്കെ കബളിപ്പിക്കലോ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയാണ് ഇന്ത്യയുടെ സ്വന്തം ഒരു വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം കുശ. അയൺ ഡോമിന് വെല്ലുവിളി ഉയർത്തുന്ന അയൺ ഡോമിനേക്കാൾ കഴിവുറ്റ ഒരു സംവിധാനമാണ് ഇന്ത്യ വികസിപ്പിക്കുന്ന കുശ എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. DRDO തന്നെയാണ് ഇതിന്റെ പിന്നിലും. നിലവിൽ ഇന്ത്യയുടെ പക്കൽ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനമാണ് ഉള്ളത്. റഷ്യയുടെ S-400 ലോകത്തുള്ള ഒരു മിസൈലിനും കബളിപ്പിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ചിലവേറിയതാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഏറെ ബുദ്ധിമുട്ടാണ്. നിരവധി സൈനിക ട്രക്കുകൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചാബിൽ വിന്യസിച്ചിരിക്കുകയാണ്, കാശ്മീരിലും പഞ്ചാബിലുമായി വിന്യസിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ S-400 റഷ്യ നൽകിയ ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. ഇതിനു പുറമെയാണ് ആണവ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചത്. ഇതിനെല്ലാം കടത്തിവെട്ടുന്ന ഇതിന്റെ എല്ലാ സാങ്കേതിക വിദ്യകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ DRDO കുശ വികസിപ്പിക്കുന്നത്. റഷ്യയും ഇസ്രയേലും ഇപ്പോൾ പറയുന്നത് അവരുടെ അയൺ ഡോമിനെയും റഷ്യൻ S-400നെയും കടത്തിവെട്ടുന്ന പ്രകടനമാകും ഇന്ത്യയുടെ പ്രോജക്ട് കുശ നടപ്പാക്കുന്നത് എന്നാണ്. 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ സർഫസ് ടു എർത്ത് മിസൈലാണ് കുശയിൽ ഉപയോഗിക്കുക. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെയാണ് 3 തരത്തിലുള്ള പ്രഹര ശേഷി. മറ്റ് രാജ്യങ്ങളുടെ പക്കലുള്ള ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള ഇന്ത്യൻ ബദൽ തന്നെയാണ് കുശ. ചൈനയിൽ നിന്നായാലും പാകിസ്ഥാനിൽ നിന്നായാലും കടൽ മാർഗമായാലും ഏത് മിസൈൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നാലും അതിനെ കണ്ടെത്തി 150 മുതൽ 350 കിലോമീറ്റർ പരിധിക്കുള്ളിൽ കണ്ടെത്തി തകർത്ത് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തേക്ക് തന്നെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് കുശയുടെ ദൗത്യവും. 350 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ലക്ഷ്യങ്ങളിൽ തിരിച്ചറിയാനും ഉടൻ തന്നെ പ്രതിരോധ മാർഗങ്ങൾ ആരംഭിക്കാനും ഉള്ള റഡാറും കുശയുടെ ഒപ്പമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലാണ് റഡാറും പ്രവർത്തിക്കുക. 1 വർഷത്തിനകം കുശ ഇന്ത്യയുടെ അതിർത്തികളിൽ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെടും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. 2023 സെപ്റ്റംബറിൽ കുശയുടെ 5 സ്ക്വാഡ്രണുകൾ വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യൻ കരസേന എടുത്തിരുന്നു. ഏതാണ്ട് 21,700 കോടി രൂപയാണ് അതിന് ചിലവ്. നിലവിലെ ബംഗളൂരിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ കുശയുടെ മാതൃക പ്രദർശിപ്പിച്ചിരുന്നു. 2005 ആദ്യ പ്രോട്ടോടൈപ്പ് പരീക്ഷണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ ക്രൂയിസ് മിസൈലുകൾ, രഹസ്യമായി വരുന്ന യുദ്ധവിമാനങ്ങൾ, ആളില്ലാ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ 350 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കണ്ടെത്താനും അതിനെ നിമിഷങ്ങൾക്കകം മിസൈലുകൾ തിരിച്ചയച്ച് പ്രയോഗിക്കാനും കുശയ്ക്ക് സാധിക്കും. മാത്രമല്ല വ്യോമ ആക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രയോഗിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റം അത് ഉൾപ്പെടുന്ന വിമാനങ്ങളെയും കുശ കണ്ടെത്തും. നിലവിലെ കണക്കൂട്ടലനുസരിച്ച് 80% മുകളിലാണ് കുശയുടെ കാര്യക്ഷമത. റഷ്യയുടെ S-400 70 മുതൽ 75 വരെയാണ് റഷ്യ പോലും കാര്യക്ഷമത അവകാശപ്പെടുന്നത്. ഒരൊറ്റ മിസൈൽ കൊണ്ട് ശത്രു ലക്ഷ്യങ്ങളെ പ്രയോഗിക്കാനാകും എന്നതാണ് ഇപ്പോൾ കുശയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നത്. 2 മിസൈൽ കൊണ്ടാണെങ്കിൽ അത് കുശയുടെ പ്രവർത്തന സാധ്യത 90% മേൽ ഉയരുമെന്നാണ് DRDOയുടെ വിലയിരുത്തൽ. ഇത് ഈ പറഞ്ഞത് കുശയുടെ കരയിൽ നിന്നും ആകാശത്തേക്ക് അയക്കാവുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഇനി കുശയുടെ നാവിക പതിപ്പും ഇതിനോടൊപ്പം ഇറങ്ങുന്നുണ്ട്. പരമാവധി 250 കിലോമീറ്റർ ദൂരെ നിന്നുള്ള കപ്പൽ വേധ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താം. അതിനാണ് ഈ നേവൽ മോഡൽ ഇറങ്ങുന്നത്. ഒരേ സമയം ആകാശത്തും കടലിലും സംരക്ഷണം ഒരുക്കുന്നതാകും ഇന്ത്യയുടെ സ്വന്തം കുശ. അതിനുള്ള അന്തിമ തയ്യാറെടുപ്പുകളിലാണ് DRDO. എന്തായാലും പിന്നെ റഷ്യയുടെ S-400 S-450 മിസൈൽ സംവിധാനവും ഇസ്രായേലിന്റെ അയൺ ഡോമുമൊക്കെ ഇന്ത്യയുടെ കുശയ്ക്ക് മുന്നിൽ മാറി നിൽക്കേണ്ടി വരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.